നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബറാണോ, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് സൗണ്ട്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഓഡിയോ ഏത് രീതിയിലാണ് ക്യാപ്ചർ ആകുന്നത്, ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ഈ ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമ്മളുടെ ഗ്രോത്ത്. അല്ലാതെ നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്താലും അതിൻ്റെ ഓഡിയോ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ, സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആരും വാച്ച് ചെയ്യും, അത് കാണത്തില്ല, അത് കേട്ടുകൊണ്ടിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഓഡിയോ, അതായത് സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പല ഡിവൈസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്ററായി, ഒരു യൂട്യൂബർ ആയിട്ടുള്ള നിങ്ങളുടെ തുടക്ക സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്രോഫോണുകൾ വാങ്ങാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള എന്നാൽ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന മൈക്രോഫോണുകൾ ഏതാണെന്ന് നോക്കണം. അങ്ങനെ ഞാൻ പല മൈക്രോഫോണുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മൈക്രോഫോൺ പരിചയപ്പെടുത്താം. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇത് വാങ്ങി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈക്രോഫോണാണ്. ഓഡിയോ ആരി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ AM-C7 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതൊരു കണ്ടൻസർ മൈക്രോഫോൺ ആണ്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു മൈക്രോഫോൺ റിസീവ് ആയത്. ബോക്സ് ഞാൻ ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക. ഇതിനുള്ളിൽ ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരു ബൂമാമാണ്. ബൂമാം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡാണ്. എൻ്റെ മൈക്ക് ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ്. ഇതും നമുക്ക് ഈ മൈക്കിനോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് കിട്ടുന്നത് മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം മൈക്രോഫോൺ നമ്മളെങ്ങും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയോ ചെയ്യുന്ന കാര്യമല്ലല്ലോ. എവിടെയെങ്കിലും സൂക്ഷിച്ച് ഇതേപോലെ എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്ന സാധനം ആയതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. സാമാന്യം നല്ല ക്വാളിറ്റി തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡെസ്ക് ക്ലാമ്പ് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അതായത് ഈ ബൂമാം നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനുള്ള ഡെസ്ക് ക്ലാമ്പും ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു പോപ്പ് ഫിൽറ്റർ ലഭിക്കുന്നുണ്ട്. പോപ്പ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. മൈക്രോഫോണിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ വരുന്ന ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാപ്ചർ ആകാതിരിക്കാൻ വേണ്ടി ഒരു ഫിൽറ്റർ ആയിട്ടാണ് ഈ പോപ്പ് ഫിൽറ്റർ വരുന്നത്. ഇനി ഒരു ഷോക്ക് മൗണ്ട് ലഭിക്കുന്നുണ്ട്. മൈക്രോഫോൺ നമുക്ക് ഇറക്കി ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഷോക്ക് മൗണ്ട്. പിന്നെ 2 മീറ്റർ നീളമുള്ള ഒരു USB കേബിൾ ഉണ്ട്. Type A to Type C, അതേപോലെ Type C to Type C ഈ ഒരു കേബിൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ 5 ചെറിയ കേബിൾ ടൈ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ കേബിൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ കേബിൾ ടൈ നൽകിയിരിക്കുന്നത്. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ഈ ഒരു മൈക്രോഫോണിൽ ബ്രാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പല ബ്രാൻഡുകളുടെ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിൻ്റെ അതും എനിക്ക് ഇതേപോലെ ടൈ ലഭിച്ചിരുന്നില്ല, ഓർഗനൈസ് ചെയ്യാനുള്ള ടൈ ലഭിച്ചിരുന്നില്ല. ഇതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ചെയ്യുന്നവരാണ് ഈ ഒരു മൈക്രോഫോൺ വാങ്ങേണ്ടതെന്ന് പറയാം. ഇപ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വോയിസ് ഓവർ വീഡിയോകൾ ചെയ്യുന്നവരെ, പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള മൈക്രോഫോണുകളാണ് വേണ്ടത്. നിങ്ങളിങ്ങനെ സ്റ്റുഡിയോ സെറ്റപ്പിൽ വയർലെസ് മൈക്ക്, ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള വയർലെസ് മൈക്കുകളൊന്നും തുടക്ക സമയത്ത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ബൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു മൈക്കിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഫിസിക്കൽ ഓവർവ്യൂവിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. ഇതിന്റെ ഏറ്റവും താഴെ സൈഡിലായിട്ട് ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, Type C പോർട്ട്. നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഒരു ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് വോളിയം എത്രയും വേണമെന്നുള്ളത് ഗെയിൻ കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്കും നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് മൈക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഡെസ്കിലേക്ക് ബൂമാം നമുക്ക് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഇതിനോടൊപ്പം ലഭിക്കുന്ന ഡെസ്ക് ക്ലാമ്പ് ഡെസ്കിൽ ടൈറ്റ് ചെയ്യുക. പിന്നെ ബൂമാമിന്റെ ഒരു സൈഡ് ഡെസ്ക് ക്ലാമ്പിലേക്ക് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൂമാം ഡെസ്കിൽ സെറ്റ് ആവും. ഇനി നമുക്ക് ബൂമാമിലേക്ക് ഷോക്ക് മൗണ്ട് കണക്ട് ചെയ്യണം. അതും വളരെ ഈസി ആയിട്ട് ഷോക്ക് മൗണ്ട് നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഷോക്ക് മൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മുടെ മൈക്രോഫോൺ പതുക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പോപ്പ് ഫിൽറ്റർ കൂടെ ഇതിൽ കണക്ട് ചെയ്യണം. പോപ്പ് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. അതിനുശേഷം Type C USB മൈക്കിലേക്ക് കണക്ട് ചെയ്യുക. അതിന്റെ ഒരറ്റം കൊണ്ട് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മൈക്കിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. ആ ഒരു ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്തോളുക. അതിൽ ബ്ലൂ കളർ ആണെന്നുണ്ടെങ്കിൽ മ്യൂട്ട് അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ആവുന്നുണ്ട്. ഇനി അതിൽ റെഡ് കളറാണ് കാണിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മ്യൂട്ട് ആണ്. ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ആക്കുക. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ആകുന്നത് ഈ ഒരു മൈക്രോഫോണിലൂടെയാണ്. അതായത് ഈ വീഡിയോ തുടക്കം മുതൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഈ മൈക്രോഫോൺ ഉപയോഗിച്ചാണ്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് സൈലന്റ് ആകും, ഒന്ന് മിണ്ടാതിരിക്കാം. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എത്രയും ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
10 സെക്കൻഡ് ഉണ്ടായിരുന്നപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര ഇത് നോയ്സ് പിക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തത് അതേപോലെയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒരു രീതിയിലുള്ള നോയ്സ് ക്യാൻസലേഷനോ എഡിറ്റിങ്ങോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്കിത് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് നടക്കുന്നതെന്നൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ഫോണിൻ്റെ മൈക്രോഫോണിലൂടെ ഡയറക്റ്റ് റെക്കോർഡ് ആവുന്ന സൗണ്ടാണ്. ഇനി ഞാൻ നമ്മുടെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു ടൈപ്പ് സി കേബിൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി ഉള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. വോയിസ് ഓവർ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ മൈക്ക് എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് റെക്കോർഡ് ആവുന്നത് ഈ മൈക്രോഫോണിലൂടെയാണ്. അപ്പോൾ സൗണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളുക. ഇനി ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് സൈലന്റ് ആവും. ഓക്കെ, 10 സെക്കൻഡ് കഴിഞ്ഞു. ഇവിടെ ഞാൻ സ്റ്റുഡിയോ റൂമിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും വെളിയിൽ വണ്ടി പോകുന്ന സൗണ്ടും ഒക്കെ ഡിസ്റ്റർബൻസ് എനിക്ക് സാധാരണ വരാറുണ്ട്. ഇത് മെയിൻ റോഡിന് സൈഡിലാണ്, അപ്പം ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നാലും നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു മൈക്കിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റെക്കോർഡിങ്ങിൽ വലിയ പ്രശ്നമില്ലാതെ ഓഡിയോ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ആണെന്നും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ ഇട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും വില കൂടിയ മൈക്രോഫോണും ഏറ്റവും വില കൂടിയ അക്സസറീസ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തുടക്ക സമയത്ത് ഇതേപോലെയുള്ള മൈക്രോഫോണുകൾ വാങ്ങാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ് അതാണ് വാങ്ങേണ്ടത്. അല്ലാതെ ഏറ്റവും കൂടിയ വിലയിൽ പോയിട്ട് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാധനം വാങ്ങാതെ ഇരിക്കുക. പേഴ്സണലി ഇതിൻ്റെ ഒരു ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിപ്പോൾ കേട്ടതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഇത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെയുള്ള അൺബോക്സിംഗ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.